ഇസ്രായേൽ ഹമാസ് ബന്ദി കൈമാറ്റത്തിനിടെ നാടകീയ സംഭവങ്ങൾ. വ്യാഴാഴ്ച 3 ഇസ്രായേൽ ബന്ദികളെയും 5 തായ്ലൻഡുകാരെയും ഹമാസ് ഗസയിൽ നിന്ന് മോചിപ്പിച്ചു. ബന്ദികളിൽ ഒരാളെ കൈമാറുന്ന സ്ഥലങ്ങളിലൊന്നിൽ ജനം തടിച്ചുകൂടിയിരുന്നു. ഇതിൽ പ്രകോപിതരായി ഇസ്രായേൽ 110 പലസ്തീൻ തടവുകാരെ കൈമാറുന്നത് വൈകിപ്പിച്ചു. പിന്നീട് ഈ തടവുകാരെ മോചിപ്പിക്കാൻ തുടങ്ങി. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കിബട്സ് നിർ ഓസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 29-കാരിയായ അർബൻ യഹൂദിയെ കൈമാറുമ്പോഴായിരുന്നു ജനക്കൂട്ടം തടിച്ചുകൂടിയത്. സംഘർഷത്തിനിടെയാണ് സായുധ പോരാളികൾ യഹൂദിനെ റെഡ് ക്രോസിന് കൈമാറിയത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ പലസ്തീൻ തടവുകാരെ കൈമാറുന്നത് ഇസ്രായേൽ വൈകിപ്പിക്കുകയായിരുന്നു. ഗസയ്ക്ക് സമീപമുള്ള ഇസ്രായേൽ ഫാമുകളിൽ ജോലി ചെയ്യുന്ന 5 തായ് പൗരന്മാർക്കൊപ്പം മറ്റൊരു ഇസ്രായേലി ബന്ധിയായ 80-കാരി ഗാഡി മോസസിനെയും ഹമാസ് മോചിപ്പിച്ചു. തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനിടയിൽ ബന്ദികളെ കൈമാറുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണെന്നും ബന്ദികളെ ദ്രോഹിക്കുന്നവരെ കൊല്ലുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണിപ്പെടുത്തി. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ആഘോഷിക്കുകയോ പതാകയോ ബാനറോ പിടിക്കുകയോ ചെയ്യരുതെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ ഡ്രോണുകൾ ഗസയിൽ ലഘുലേഖകൾ വിതറിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ ജനക്കൂട്ട ആഘോഷം ഇനി ഉണ്ടാകില്ലെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും നെതന്യാഹു അറിയിച്ചു. മാത്രമല്ല, ഇനിയുള്ള ബന്ദിമോചനങ്ങളിൽ ബന്ദികളെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നത് ഉറപ്പാക്കാൻ മധ്യസ്ഥർക്ക് ബാധ്യതയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഘട്ടം ഘട്ടമായുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി മോചിപ്പിക്കേണ്ട 110 പലസ്തീൻ തടവുകാരിൽ ചിലരെയും വഹിച്ചുകൊണ്ട് വ്യാഴാഴ്ച ബസ്സുകൾ വെസ്റ്റ് ബാങ്ക് നഗരമായ റാമല്ലയിൽ എത്തിയിരുന്നു. അടുത്ത ഘട്ടങ്ങളിൽ ബന്ദികൾ സുരക്ഷിതമായി പുറത്തു കടക്കുമെന്ന് ഉറപ്പു നൽകുന്നതുവരെ മോചനം വൈകിപ്പിക്കാൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഉത്തരവിട്ടു. ഹമാസ് തടവിലായ 8 ഇസ്രായേലി ബന്ദികളെയാണ് വ്യാഴാഴ്ച മോചിപ്പിച്ചത്. ഖാൻ യൂനിസിൽ ഹമാസ് തലവനായിരുന്ന യഹിയ സിൻവറിൻ്റെ വീടിന് സമീപത്ത് വെച്ചാണ് ബന്ദികളെ മോചിപ്പിച്ചത്. 3 ഇസ്രായേൽ പൗരന്മാരും 5 തായ് പൗരന്മാരുമാണ് മോചിപ്പിക്കപ്പെട്ടത്. ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥയായ അഗം ബർജറിനെയാണ് ആദ്യം വിട്ടയച്ചത്. ജബാലിയിൽ വെച്ചാണ് ഇവരെ മോചിപ്പിച്ചത്. ഹമാസ് ബന്ദിയാക്കിയ എർബൻ യഹൂദിയെ റെഡ് ക്രോസിന് കൈമാറിയതായി ഇസ്രായേലിൻ്റെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. ബന്ദിമോചനം കാണാനായി ഖാൻ യൂനിസിൽ 100 കണക്കിന് പലസ്തീനികളാണ് തടിച്ചുകൂടിയത്. വിട്ടയക്കപ്പെട്ട ബന്ദികളെ സ്വീകരിക്കുന്നതിനായി നിരവധി പേർ ടെലവീവിലും എത്തി. യുഎസിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ബന്ദികളെ സ്വീകരിക്കാനായി ടെലവീവിൽ എത്തിയിരുന്നു. ബന്ദികളെ മോചിപ്പിച്ചതിന് പകരമായാണ് 110 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചത്. വിട്ടയക്കുന്ന പലസ്തീനികളിൽ 30 പേർ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണ്.